ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അധികം ചിലവൊന്നുമില്ലാത്തൊരു ക്രാഫ്റ്റ് ഐറ്റമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പാളയുടെ ഒരു ചീന്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് പാളയിൽ നിന്ന് അടർത്തിയെടുക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ പാളയുടെ ഉള്ളിലുള്ള ലെയർ മാത്രമാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു നീളത്തിലാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അളവെടുക്കൊന്നും വേണ്ട, നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നമ്മൾ നീളത്തിൽ ചെറിയ ചെറിയ സ്ട്രിപ്പായിട്ട് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പാളയുടെ ഉള്ളിലൊരു ലൈൻ ഉണ്ടാവും. ആ ഒരു ലൈനിന് പാരലായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഏത് ഫ്ലവറിന് ഏത് പെറ്റൽ നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ ഒരു ലൈനിന് പാരലായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ആവശ്യമുള്ള അത്രയും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ചെറിയൊരു ഈർക്കിലാണ്. അപ്പോൾ അതിലൊരു ഗ്രീൻ കളറുള്ള ഞാൻ നേരത്തെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെയിൻറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത്തിരി വണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 15 സെൻറ്റിമീറ്ററോളൊക്കെ നീളമുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പാളയുടെ ചെറിയൊരു പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ പെറ്റൽസൊക്കെ നമ്മൾ കെട്ടി കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് മൂരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നത്. ഈ മേലെ ഇത് വെച്ച് കൊടുക്കുന്ന സമയത്തിന് നമ്മൾ ഡബിൾ നോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ, ത്രെഡ് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു ത്രെഡ് വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്ന് നോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇത്തിരി താഴെയായിട്ടാണ് അടുത്ത ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അത് വീണ്ടും നമ്മൾ ഈ ഒരു നൂല് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തിട്ട് 2-3 നോട്ടിട്ടും കൂടെ കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് അടുത്തത് വെക്കണം. അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് ആ ഒരു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പീസിൻ്റെ വീതി ഇത്തിരി ഇങ്ങനെ കുറക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ ഇങ്ങനെ വിടർന്ന് നിൽക്കുള്ളൂ. അതല്ലാതെ ആ ഒരു വീതി കുറക്കാതെ മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വൃത്തിയില്ലാതെയാണ് നിൽക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര നീളത്തിൽ ഈ ഒരു ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെ വേണമെന്നുണ്ടോ അത്രയും നീളത്തിൽ ഇങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതിന് എല്ലാ സ്ട്രിപ്പും ഒരേ അളവിലാണ് നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അതിൻ്റെ നീളം എല്ലാം ഒരുപോലെയാണ്, അളവിലൊന്നും മാറ്റമില്ല. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്കായിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പാള വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും ഓരോ പെറ്റൽസ് വെച്ച് കഴിഞ്ഞാലും അത് നന്നായിട്ട് തന്നെ നോട്ടിട്ട് കൊടുക്കണം. കോട്ടൻ്റെ ത്രെഡാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. ഇതിപ്പോൾ ടൈലറിങ്ങിന് ഉപയോഗിക്കുന്ന ത്രെഡാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ പൊട്ടുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പെറ്റൽസ് ഇതിൽ അറ്റാച്ച് ചെയ്താൽ മതി. നമ്മൾ ആ ഒരു ഈർക്കിലിൻ്റെ നീളം എടുത്തതിന് ഒരു പ്രൊപ്പോർഷനിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റണം. അപ്പോൾ ഗ്രീൻ ടേപ്പ് നമ്മൾ എടുത്തിട്ട് ഗം അപ്ലൈ ചെയ്തിട്ടാണ് ചുറ്റേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഗം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അതിൽ അപ്ലൈ ചെയ്യാതിരുന്നത്. കാരണം ഗ്രീൻ ടേപ്പിൻ്റെ ഗമ്മൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് നിൽക്കില്ല. പിന്നെ ഞാനിത് ചുറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഗമ്മ് കിട്ടിയ സമയത്ത് ജസ്റ്റ് അതിലൊന്ന് മുകളിലായിട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അടിഭാഗത്തൊക്കെ ആയിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഒരു ഫ്ലവറിൻ്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് നിവർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ നട്ടുച്ചക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കതിൽ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഒടിഞ്ഞു പോവും. അപ്പോൾ രാവിലെ വൈകുന്നേരം സമയത്ത് നമുക്കത് വിടർത്താനൊക്കെ പറ്റുള്ളൂ. ആ സമയത്ത് മാത്രമേ ഇതൊന്ന് കുറച്ച് സോഫ്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും മതി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ലാസ്റ്റ് ഞാൻ ഗം അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേ മെത്തേഡിൽ തന്നെ ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൈറ്റും ഒരു ഗ്രീൻ കളറൊക്കെ കൂടി ചേരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ ഞാനിത് രാവിലെ സമയത്താണ് ഇതിങ്ങനെ വിടർത്തിയൊക്കെ കൊടുത്തത്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് പിന്നെ ഒന്ന് മുകളിലോട്ടൊന്ന് പതുക്കെ ഒന്ന് മുകളിലോട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നല്ലൊരു രീതിയിൽ അത് നിൽക്കും, ഒരു പ്രത്യേക ഭംഗിയിൽ നിൽക്കും. ഒരുപാട് അങ്ങോട്ട് പൊങ്ങി നിൽക്കുമല്ലോ, ഒരുപാട് അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുമല്ലോ, ആ ഒരു രീതിയിലാവും. പിന്നെ ഞാനിതെല്ലാം കളർ ചെയ്തതാണ്. കളർ ചെയ്തും കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. കളർ ചെയ്യുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തിടാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് കാണണം. പിന്നെ ഇതുപോലെ നമുക്ക് ഒരു വേസിലാക്കിയിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുത്തിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. പ്രത്യേകിച്ച് ഒരു ചിലവൊന്നുമില്ല, ഒരു ഗ്രീൻ ടേപ്പിൻ്റെ ചിലവ് മാത്രമേ നമുക്കിതിന് വരുന്നുള്ളൂ. പിന്നെ പാളയും ഈർക്കിലൊക്കെ നമുക്ക് എപ്പോഴും തൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന വസ്തുക്കളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.
അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ആക്കി വെക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു.